മാംസബുക്കുകളായ മാർജാര കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗമാണ് കടുവ. പന്തേര ടൈഗ്രിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ടൈഗർ. ഏഷ്യൻ വൻകരയിലാണ് കടുവകളെ കണ്ടുവരുന്നത്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയുടെ ഉപവംശമായ ബംഗാൾ കടുവയാണ്. കടും തവിട്ട് നിറത്തിലുള്ള ശരീരത്തിന് കുറുകെയുള്ള കറുത്ത വരകൾ കടുവകളെ കണ്ടാൽ ഇതര ജന്തുക്കളിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ വനങ്ങളിലെ നിറങ്ങൾക്ക് സമാനതമായതിനാൽ കടുവയെ സ്വയം ഒളിപ്പിച്ചു നിർത്തുവാനും അവയുടെ നിറം ഉപകരിക്കുന്നു. ഇരകളെയും മറ്റു ദീർഘനേരം ഇമവെട്ടാതെ നോക്കിയിരിക്കാനും ഇവയ്ക്ക് കഴിയും. കാട്ടുപോത്ത്, കാട്ടുപന്നി, കേഴമാൻ മുതലായ മൃഗങ്ങളാണ് സാധാരണ കടുവകളുടെ ഭക്ഷണം. എന്നാൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കാണ്ടാമൃഗം, ആന എന്നിവയെയും വേട്ടയാടാറുണ്ട്. കഴുത്തിനു പിറകിൽ തന്റെ ദംഷ്ട്രകൾ ഇറക്കിയാണ് കടുവ ഇരകളെ കീഴടക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി സുഷുമ്ന നാഡി തകർക്കാനും ഇരകളെ വളരെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാനും കടുവക്ക് കഴിയും. മാർജാര കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തിയേറിയതുമായ ഒരംഗമാണ് കടുവ. പൂർണ്ണ വളർച്ചയെത്തിയ ആൺകടുവയ്ക്ക് 200 കിലോഗ്രാമെങ്കിലും ഭാരമുണ്ടാകും. 300 കിലോഗ്രാമിലധികം ഭാരമുള്ള കടുവകളും അപൂർവമല്ല. ഇന്ത്യയിൽ 1967 വെടിവെച്ചു കൊന്ന ഒരു കടുവക്ക് 390 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. പെൺകടുവകൾ സാധാരണ 180 കിലോഗ്രാമിലധികം ഭാരം വെക്കാറില്ല. 3 മീറ്ററാണ് ആൺകടുവകളുടെ ശരീരനീളം. പെൺകടുവകൾക്കിത് 2.5 മീറ്ററായി കുറയും. 5 മീറ്ററോളം ഉയരത്തിൽ ചാടാനും 10 മീറ്ററോളം നീളത്തിൽ ചാടാനും കടുവകൾക്ക് കഴിവുണ്ട്. സ്വന്തം ഭാരത്തിന്റെ ഇരട്ടിയുള്ള ഇരകളെ വരെ കീഴടക്കാനും കടത്തിക്കൊണ്ടുപോവാനും കടുവകൾക്ക് വളരെ നിസ്സാരമായി സാധിക്കും. ശരീരത്തിന്റെ 1/3 ഭാരമുള്ള ഇരകളെയും കൊണ്ട് 2 മീറ്ററിലധികം ഉയരത്തിൽ ചാടാനും കടുവക്ക് കഴിവുണ്ട്. ഒറ്റയ്ക്ക് കഴിയുന്ന ഇവ പ്രജനന കാലത്ത് മാത്രമേ ഇണയോടൊപ്പം ജീവിക്കാറുള്ളൂ. 3-4 വർഷത്തിലൊരിക്കൽ 3 മുതൽ 4 കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കുന്നു. 105 മുതൽ 110 ദിവസമാണ് ഗർഭകാലം. പ്രസവിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറക്കുകയുള്ളൂ. പ്രായപൂർത്തിയാവുന്നത് 3 വർഷം കൊണ്ടാണ്. 12 വയസ്സാണ് ഇവരുടെ ആയുർദൈർഘ്യം. ജീവികളുടെ ആഹാര ശൃംഖലയിൽ ഏറ്റവും ഉയർന്ന അംഗമാണ് കടുവ. കാട് അടക്കി വാഴും വിധം ടെറിട്ടറി നിലനിർത്തുന്ന സ്വഭാവം കടുവയ്ക്കുണ്ട്. ആൺകടുവകളുടെ ടെറിട്ടറി 70 മുതൽ 100 ചതുരശ്ര കിലോമീറ്റർ വരെ ഉണ്ടാകും. പെൺകടുവകൾക്കിത് 25 കിലോമീറ്റർ മാത്രമാണ്. ഒരു ആൺകടുവയുടെ പരിധിയിൽ പല പെൺകടുവകൾ കാണുമെങ്കിലും മറ്റൊരു ആൺകടുവയെ സ്വന്തം പരിധിയിൽ കാണുന്നത് അവ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് നയിക്കും. ചതുപ്പുകളും കണ്ടൽ കാടുകളും നിറഞ്ഞ സുന്ദർബൻ പ്രദേശത്താണ് ഇന്ത്യൻ കടുവകൾ ഏറ്റവും കൂടുതലായി വസിക്കുന്നത്. കേരളത്തിൽ സുൽത്താൻ ബത്തേരി ആസ്ഥാനമായ വയനാട് വന്യജീവി സങ്കേതം, സൈലന്റ് വാലി ദേശീയോദ്യാനം, പെരിയാർ കടുവാ സങ്കേതം എന്നിവിടങ്ങളിലാണ് കടുവകളെ കണ്ടുവരുന്നത്. 9ഓളം ഉപകടുവ വംശങ്ങൾ ഉണ്ടെന്ന് കരുതുന്നു. ബംഗാൾ കടുവ, ഇൻഡോ ചൈനീസ് കടുവ, മലയൻ കടുവ, സുമാത്രൻ കടുവ, സൈബീരിയൻ കടുവ, ദക്ഷിണ ചൈന കടുവ, ബാലിയൻ കടുവ, ജാവൻ കടുവ, പേർഷ്യൻ കടുവ എന്നിങ്ങനെ 9 കടുവ ഇനങ്ങളുണ്ട്. മൃഗശാലകളിൽ കടുവയെയും സിംഹത്തെയും ഇണചേർത്ത് സൃഷ്ടിച്ചുണ്ടാകുന്ന ജീവിക്ക് സിംഹത്തിന്റെയും കടുവയുടെയും ശരീരപ്രകൃതികൾ കാണാം. ആൺകടുവയ്ക്ക് പെൺസിംഹത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെ ടൈഗൺ എന്നും ആൺസിംഹത്തിന് പെൺകടുവയിൽ ഉണ്ടാകുന്ന കുട്ടികളെ ലൈഗർ എന്നും വിളിക്കുന്നു. ഈ വിചിത്ര മൃഗങ്ങൾ പ്രത്യുൽപാദന ശേഷി കാണുകയില്ല. ആയുസ്സും വളരെ കുറവായിരിക്കും. ക്രോമസോം സംഖ്യയിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനു കാരണം. ഇന്ത്യയിൽ കടുവ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിൽ ജനിച്ച ഇംഗ്ലീഷുകാരനായ മൃഗസംരക്ഷക പ്രവർത്തകനായിരുന്ന എഡ്വേർഡ് ജിം കോർബറ്റിന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. അദ്ദേഹം മഹാനായ ഒരു വേട്ടക്കാരൻ കൂടിയായിരുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സങ്കേതം എന്ന ബഹുമതി പെരിയാറിനാണ്. പെരിയാറിനു പുറമെ പറമ്പിക്കുളത്തും കേരളത്തിന്റെ പ്രവർത്തനം മികച്ചതാക്കി. രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതിയും
കേരളത്തിനാണ് ലഭിച്ചത്. 4 വർഷത്തിൽ ഒരിക്കലാണ് ഈ അവാർഡ് നൽകുന്നത്. വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ആനകളും കരടികളും മറ്റു കടുവകളും അവരുടെ ശത്രുക്കൾ തന്നെയാണ്. എന്നാൽ മനുഷ്യൻ തന്നെയാണ് കടുവകളുടെ ഏറ്റവും വലിയ ശത്രു.